ഹലോ നമസ്കാരം, ഞാൻ ഡോക്ടർ അമൃത. ഹൈപ്പോതൈറോയിഡിസം അല്ലെങ്കിൽ ഹൈപ്പർ തൈറോയിഡിസം, ഹാഷിമോട്ടോസ് ഇതൊക്കെ ഉള്ളവർക്ക് നിങ്ങൾ ഗുളിക കഴിക്കുന്നുണ്ടെങ്കിൽ കൂടി നിങ്ങളുടെ ഡെയിലി ആക്ടിവിറ്റീസിനെ ബാധിക്കുന്ന തരത്തിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കുണ്ടാവും. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അത് ഏതാണെന്ന് നമുക്കതിന് പറ്റിയിട്ടുള്ള ഹെർബ്സ് ഏതാണെന്ന് നോക്കിയിട്ട് അത് സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാനിന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആയുർവേദത്തിലുള്ള 5 ഹെർബ്സാണ്. ഈ 5 ഹെർബ്സും പലതരത്തിൽ തൈറോയിഡ് ഉള്ളവർക്ക് വളരെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ പലതരത്തിലുള്ള ഹെർബ്സിനെ കുറിച്ച് ആയുർവേദത്തിൽ പറയുന്നുണ്ട്. അതായത് പല കണ്ടീഷനിൽ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഹെർബ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അതിലുള്ള 5 എണ്ണമാണ് ഞാൻ ഇന്ന് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ ഒന്നാമത്തേതെന്ന് പറയുന്നത് അശ്വഗന്ധയാണ്, അതായത് അമുക്കുരം. അശ്വഗന്ധ എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു റെസ്പോൺസ് ടൈമിനെ ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. നമ്മൾ എന്തിലെങ്കിലും ഡിലേ ഉണ്ടെങ്കിൽ അത് കുറക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിൻ ഫോഗ്, തൈറോയ്ഡ് ഉള്ളവർക്ക് മെയിനായിട്ട് ഉണ്ടാകുന്ന ഒരു സിംറ്റമാണ് ബ്രെയിൻ ഫോഗ്, പെട്ടെന്ന് ഉണ്ടാകുന്ന മറവി. ഇത് ബ്രെയിൻ സെൽസിൻ്റെ ഫങ്ഷൻസ് കൂട്ടാൻ സഹായിക്കുന്നത് കൊണ്ട് തന്നെ ഈ ബ്രെയിൻ ഫോഗ് കുറക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു അശ്വഗന്ധ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അഡ്രിനൽ ഗ്ലാൻസിൻ്റെ പ്രവർത്തനങ്ങൾ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും അശ്വഗന്ധ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ, ലിപ്പിഡ് പ്രൊഫൈൽ കുറക്കാൻ, FBS അതായത് ഫാസ്റ്റിങ്ങിലുള്ള ബ്ലഡ് ഷുഗർ കുറക്കാൻ ഒക്കെ അശ്വഗന്ധ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇതിനൊരു രസായന പ്രോപ്പർട്ടിയാണുള്ളത്, അതായത് ഒരു റെജുവിനേറ്റിംഗ് പ്രോപ്പർട്ടി, സെൽ റീജനറേഷന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. നമ്മുടെ ഓവറോൾ ബോഡി എനർജി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഡ്രഗാണ് അശ്വഗന്ധ എന്ന് പറയുന്നത്. ഇനി ഇത് തൈറോയ്ഡ് ഹോർമോണിൻ്റെ പ്രൊഡക്ഷൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ഒരു അശ്വഗന്ധ സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതെങ്ങനെയാണ് ഡെയിലി ഇൻക്ലൂഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കൊരു 2 ഗ്രാമാണ് ഡെയിലി ഡോസ്. 1 to 2 ഗ്രാം അത്രേ യൂസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇത് നിങ്ങൾക്ക് ഒരു 40 ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാം. അത് കഴിയുമ്പോൾ നിങ്ങൾ 1-2 മാസം ഗ്യാപ്പ് എടുത്തിട്ട് വേണം വീണ്ടും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് രാവിലെ ഒരു മോർണിംഗ് ഡ്രിങ്ക് ആയിട്ട് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. 1 ഗ്രാം അല്ലെങ്കിൽ 2 ഗ്രാം അശ്വഗന്ധ പൗഡർ ഒരു ഇളം ചൂടുവെള്ളത്തിലിട്ടിട്ട് നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ്. ഇത് നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഓവറോൾ എനർജീനെ ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കും. അതുപോലെ തന്നെ ബ്രെയിൻ ഫോഗ്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു ഡിലേ ഉണ്ടാവുന്ന, തൈറോയ്ഡ് ഉള്ളവർക്ക് ഉണ്ടാവുന്ന ആ ഒരു ഡിലേ ഒക്കെ മാറ്റാൻ സഹായിക്കുന്നതാണ്. ഇനി ഇതിനുള്ള ഇത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് വളരെ ഹീറ്റ് പൊട്ടൻസി ഉള്ള ഒരു ഡ്രഗാണ്. അതുകൊണ്ട് തന്നെ ചൂട് കൂടുതലുള്ളവർ, ബോഡി ഹീറ്റ് കൂടുതലുള്ളവർ ഇത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം. അവരിത് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. പിത്തപ്രകൃതി ഉള്ളവർക്ക് അത്ര ഉപയോഗിക്കാൻ നല്ലതല്ല അശ്വഗന്ധ എന്ന് പറയുന്നത്. അങ്ങനെയുള്ളവർ ഇത് ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. ഇനി രണ്ടാമത്തെ ഒരു ഡ്രഗ് എന്ന് പറയുന്നത് ഗോക്ഷുരയാണ്. ഗോക്ഷുര എന്ന് പറയുന്നത് ഞെരിഞ്ഞിലാണ്. ഞെരിഞ്ഞിലിൻ്റെ ഒരു പ്രധാന പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അതൊരു ഡൈയൂററ്റിക് ആണ്. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ബോഡി സ്വെല്ലിങ് കുറക്കാൻ സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ലിംഫാറ്റിക് ഡ്രൈനേജ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ഒരു ഡ്രഗ് സഹായിക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരു ഡ്രഗ് നമുക്ക് ഡെയിലി ഉപയോഗിക്കാവുന്നതാണ്. വളരെ സേഫായിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ളതാണ്. ഇതും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ നമുക്കൊരു റെജുവിനേറ്റിംഗ് പ്രോപ്പർട്ടി തരുന്നതാണ്. നമുക്ക് സെൽ റീജനറേഷനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കോൺസ്റ്റിപ്പേഷൻ ഉള്ളവർക്കോ അതുപോലെ തന്നെ എന്തെങ്കിലും ബോഡി ഹീറ്റ് കൂടുതലുള്ളവർക്കും ഇത് ഒറ്റയ്ക്ക് ഉപയോഗിക്കുന്നത് അത്ര നല്ലതല്ല. അങ്ങനെയുള്ളവരാണെങ്കിൽ നിങ്ങൾ ഇത് ഉപയോഗിക്കും ഇതിൻ്റെ കൂടെ മല്ലി നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇത് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ ഡെയിലി ഒരു സ്പൂണൊക്കെ ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കാം. അങ്ങനെ തിളപ്പിച്ച് കുടിക്കുമ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് മല്ലിയോ അല്ലെങ്കിൽ ഉശിര, അതായത് നമ്മുടെ രാമച്ചോ അതിൻ്റെ കൂടെ ഇട്ടാൽ ഇതിൻ്റെ ആ ഒരു ഹീറ്റ് പ്രോപ്പർട്ടി കുറച്ച് കൂളിംഗ് എഫക്റ്റ് ബോഡിക്ക് തരാൻ സഹായിക്കും. അതായത് ബോഡി ഹീറ്റ് കൂടുതലുള്ളവർക്കാണ് ഈ ഒരു പ്രശ്നം ഉള്ളത്. അപ്പോൾ അങ്ങനെയുള്ളവരാണെങ്കിൽ ഇത് ഈ തണുപ്പ് തരുന്ന, അതായത് മല്ലിയുടെയോ അല്ലെങ്കിൽ ഉശിര, അതായത് രാമച്ചത്തിൻ്റെയോ കൂടെ വെള്ളം തിളപ്പിച്ചിട്ട് കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ഡ്രഗ്. ഇനി മൂന്നാമത്തെ ഒരു ഡ്രഗ് എന്ന് പറയുന്നത് ചുക്കാണ്, നമ്മുടെ ഡ്രൈ ജിഞ്ചർ. ഈ ചുക്കിൻ്റെ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ആയുർവേദ പ്രകാരം പറയുകയാണെങ്കിൽ നമ്മുടെ ബോഡിയിലുള്ള ആമത്വം കുറക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ചുക്ക് സഹായിക്കും. അതുകൊണ്ട് തന്നെ മൾട്ടിപ്പിൾ ജോയിൻറ്റ് പെയിൻ ഉള്ളവർക്ക്, അതുപോലെ ബോഡിയിൽ വളരെ ക്ഷീണം അനുഭവപ്പെടുന്നവരുണ്ടാവും, രാവിലെ എഴുന്നേക്കാൻ വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നവരുണ്ടാവും. അങ്ങനെയുള്ളവർക്ക്, അതുപോലെ തന്നെ കോൺസ്റ്റിപ്പേഷൻ ഉള്ളവർക്കാണെങ്കിലും അതുപോലെ ഡൈജസ്റ്റീവ് പ്രോബ്ലം ഉള്ളവർക്കാണെങ്കിലും ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ളതാണ് ചുക്ക് എന്ന് പറയുന്നത്. ഈ ചുക്കിനും ചൂട് പ്രോപ്പർട്ടി ഉണ്ട്. അതുകൊണ്ട് തന്നെ
ഉപയോഗിക്കുമ്പോൾ ചിലർ ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. അസിഡിറ്റി ഉള്ളവർ, അതുപോലെ അൾസർ ഉള്ളവർ, അതുപോലെ ബ്ലീഡിങ് പൈൽസ് ഉള്ളവരും ഇത് ഉപയോഗിക്കാണ്ടിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതല്ലാത്തവർക്ക് ഡൈജഷൻ വളരെ ഇമ്പ്രൂവ് ചെയ്യാനും ക്ഷീണം കുറക്കാനും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത് പോലെ ബാക്കി അതായത് നമ്മുടെ കോൺസ്റ്റിപ്പേഷനൊക്കെ മാറ്റാനും ഒക്കെ സഹായിക്കുന്നതാണ് ചുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് രാവിലെ വെറും വയറ്റിൽ ഇത് കഴിക്കാം. ഒരു 1/4 ടീസ്പൂൺ വെറും ഇളം ചൂടുവെള്ളത്തിലിട്ടിട്ട് ഒരു മോർണിംഗ് ഡ്രിങ്ക് ആയിട്ട് കഴിക്കാം. അതല്ല എങ്കിൽ നിങ്ങൾക്ക് കഴിക്കാനുള്ള ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് നിങ്ങളുടെ ലഞ്ച് കഴിഞ്ഞതിന് ശേഷമാണ്. ലഞ്ച് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇതുപോലെ ഇളം ചൂടുവെള്ളത്തിലിട്ടിട്ട് ഈ ഒരു ചുക്ക് കഴിക്കാവുന്നതാണ്. അടുത്ത ഒരു മെയിൻ ഡ്രഗ് എന്ന് പറയുന്നത് കാഞ്ചനാരയാണ്, അതായത് മന്ദാരം. കാഞ്ചനാര ആയുർവേദത്തിൽ പ്രത്യേകിച്ച് തൈറോയ്ഡ് ഹെൽത്തിന് വേണ്ടി പറഞ്ഞിട്ടുള്ള ഒരു മരുന്ന് തന്നെയാണ്. നിങ്ങൾ ആയുർവേദ ട്രീറ്റ്മെൻ്റ് ആണ് തൈറോയ്ഡിന് എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡോക്ടർ മസ്റ്റായിട്ടും ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു മരുന്നായിരിക്കും കാഞ്ചനാര ഗുഗ്ഗുലു എന്ന് പറയുന്ന ടാബ്ലറ്റ്. അപ്പോൾ ഈ കാഞ്ചനാര എന്ന് പറയുന്നതിൻ്റെ മന്ദാരത്തിൻ്റെ ഇല തന്നെ നമുക്കറിയാം ഒരു തൈറോയ്ഡിൻ്റെ ഷേപ്പാണ്, തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ ഷേപ്പിലാണ് ഈ ഒരു മന്ദാരത്തിൻ്റെ ഇലയുള്ളത്. അപ്പോൾ ഈ ഒരു മന്ദാരം എന്ന് പറയുന്നത് നമുക്ക് സ്വെല്ലിങ്, അതായത് ഗ്ലാൻഡുലാർ സ്വെല്ലിങ് കുറക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു മരുന്നാണ്. നമ്മുടെ തൈറോയിഡിന് എന്തെങ്കിലും തരത്തിലുള്ള സ്വെല്ലിംഗ് ഉണ്ടെങ്കിൽ, അതായത് ഗോയിറ്റർ മൂലമോ നോഡ്യൂൾസ് മൂലമോ അല്ലെങ്കിൽ എന്തെങ്കിലും തൈറോയിഡൈറ്റിസ് മൂലമോ ഒക്കെ സ്വെല്ലിംഗ് ഉണ്ടെങ്കിൽ അത് കുറക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കാഞ്ചനാര സഹായിക്കും. അതുപോലെ തന്നെ തൈറോയിഡിൻ്റെ ഫംഗ്ഷൻ നോർമലാക്കാനും ഈ ഒരു കാഞ്ചനാര ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഈ തൈറോയിഡിന് വേണ്ടി മാത്രമല്ല, നമ്മൾ ഫൈബ്രോയിഡ്, സിസ്റ്റ് ഇങ്ങനെയുള്ള കേസുകളിൽ, ട്യൂമറുള്ള കേസുകളിലൊക്കെ കാഞ്ചനാര ഗുഗ്ഗുലു കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു കാഞ്ചനാര എന്ന് പറയുന്നത് വളരെ എഫക്റ്റീവാണ്. അതിപ്പോൾ കാഞ്ചനാര ടാബ്ലറ്റ് എനിക്ക് ഇതിലൂടെ പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. നിങ്ങളൊരു ഡോക്ടറെ നേരിട്ട് കാണുകയാണെങ്കിൽ കണ്ടിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു മരുന്നാണ് കാഞ്ചനാര ഗുഗ്ഗുലു എന്ന് പറയുന്നത്. നിങ്ങൾക്കിത് വീട്ടിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിൻ്റെ ബാർക്കാണ് മരുന്നായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ പൊടി അതായത് ഇതിൻ്റെ തൊലിയുടെ പൊടി വാങ്ങിയിട്ട് നമുക്കത് ഉപയോഗിക്കാവുന്നതാണ്. അത് നമുക്ക് ഒരു ഡ്രിങ്കായിട്ട് ഒരു 1 to 3 ഗ്രാമാണ് ഇത് ഉപയോഗിക്കേണ്ട ഒരു ഡോസ് എന്ന് പറയുന്നത്. അതും ഒറ്റ അടിക്ക് നമുക്ക് ഉപയോഗിക്കരുത്, അതായത് ഒരുമിച്ച് ഒരു 3 ഗ്രാം കഴിക്കരുത്. ഒരു 3 നേരമായിട്ട് ഒറ്റൊരു ഗ്രാം, ഒരു പിഞ്ച് മതി നമുക്കത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു 3 ഗ്രാം നമുക്ക് ഒരു ഡേയിൽ കഴിക്കാം. അതൊരു 3 നേരമായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് കഴിക്കുക. ഒരു 10 ml ഒരു പ്രാവശ്യം കഴിക്കുക. ഇപ്പോൾ നിങ്ങളൊരു 3 ഗ്രാം ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ച് വെക്കുകയാണെങ്കിൽ അതൊരു 3 നേരമായിട്ട് ഒരു നേരം ഒരു 10 ml വീതം കഴിക്കാവുന്നതാണ്. അതല്ല എങ്കിൽ ഇതിൻ്റെ പൊടി നിങ്ങൾക്ക് എണ്ണയിൽ ഇട്ട് വെക്കാം, കോക്കനട്ട് ഓയിൽ ഇട്ട് വെക്കാം. ഒരു 7 ദിവസമൊക്കെ ഇട്ടതിന് ശേഷം നിങ്ങൾക്ക് ഒരിളം വെയിലത്ത് വെച്ചിട്ട് ഇത് ഇൻഫ്യൂസ് ചെയ്തെടുക്കാം. അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു ഓയിൽ നമുക്ക് പുറമേ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. തൈറോയ്ഡ് ഗോയിറ്ററൊക്കെ ഉള്ളവരാണെങ്കിൽ നമുക്ക് ഒരു വീക്കം സ്വെല്ലിങ് പുറത്ത് തന്നെ കാണാനുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് നമുക്ക് ആ ഒരു സ്വെല്ലിങ് ഉള്ള ഏരിയയിൽ നമുക്ക് ഈ ഇൻഫ്യൂസ് ചെയ്ത ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. സ്വെല്ലിങ് കുറക്കാൻ ഇത് വളരെ നല്ലതാണ്. ഇപ്പോൾ തൈറോയിഡിസം വിത്ത് ഒബസിറ്റി ഉള്ളവർക്കാണ് ഈ കാഞ്ചനാര ഉപയോഗിക്കാൻ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ വെയിറ്റ് ലോസ്, തൈറോയിഡിൻ്റെ എന്തെങ്കിലും ഇഷ്യൂ മൂലം വെയിറ്റ് ലോസ് വരുന്നവരാണെങ്കിൽ ഈ ഡ്രഗ് ഉപയോഗിക്കാതിരിക്കുക. ഇനി അടുത്ത ഒരു ഡ്രഗ് എന്ന് പറയുന്നത് ഹരിതകിയാണ്, അതായത് കടുക്ക. ഹരിതകി നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും, തൈറോയിഡിന് ഇഷ്യൂ ഉള്ളവർക്ക് നമ്മുടെ മെറ്റബോളിസം വളരെ കുറയുന്നതാണ്. അപ്പോൾ അങ്ങനെ മെറ്റബോളിസം കുറയുമ്പോൾ തന്നെ നമ്മുടെ ഡൈജസ്റ്റീവ് ഇഷ്യൂസ് വരും, കോൺസ്റ്റിപ്പേഷൻ വരും, ഡൈജഷൻ ഒരിക്കലും പ്രോപ്പറായി നടക്കില്ല. അതുകൊണ്ട് തന്നെ മിക്കവാറും കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവും. അങ്ങനെയുള്ളവർക്ക് ഉപയോഗിക്കാൻ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഡ്രഗാണ് ഹരിതകി. അപ്പോൾ ഈ ഹരിതകിയുടെ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അതിന് താഴോട്ട് ബവൽ മൂവ്മെൻറ്റ് താഴോട്ട് കൊണ്ടുപോകാനുള്ള ഒരു കഴിവുണ്ട്. അതുപോലെ തന്നെ അതിന് സെക്രീറ്ററി പ്രോപ്പർട്ടി ഉണ്ട്. അതുകൊണ്ട് തന്നെ ബവൽ ക്രിയേറ്റ് ചെയ്യാനും അത് എക്സ്ക്രീറ്റ് ചെയ്ത് പോകാനുള്ള ആ ഒരു കഴിവ് ഈ ഒരു ഡ്രഗിനുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഡൈജഷൻ വളരെ പ്രോപ്പറാക്കുകയും കോൺസ്റ്റിപ്പേഷൻ ഇല്ലാതെ ഡെയിലി നമുക്ക് ബവൽ മൂവ്മെൻറ്റ്സ് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് നമുക്ക് ഡെയിലി ഡോസായിട്ട് വേണ്ടത് ഒരു 2 ഗ്രാമാണ്. 2 ഗ്രാം രാത്രി കിടക്കുന്നതിന് മുമ്പ് ഇളം ചൂടുവെള്ളത്തിലിട്ടിട്ട് നിങ്ങൾക്ക് ഇത് കഴിക്കാവുന്നതാണ്. ഹരിതകിയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ ചൂട് കൂടിയ ഒരു ഡ്രഗാണ്. അതുകൊണ്ട് തന്നെ ബോഡി ഹീറ്റ് കൂടുതലുള്ളവരാണെങ്കിൽ ഇത് നിങ്ങൾ ഉപയോഗിക്കാണ്ടിരിക്കുക. വളരെ ചൂടുള്ള, അതായത് പിത്തപ്രകൃതി ഉള്ളവരാണെങ്കിൽ ഹരിതകി ലോങ് ടേമിലൊന്നും യൂസ് ചെയ്യുന്നത് സെമൻ്റെ അല്ലെങ്കിൽ സ്പേമിൻ്റെ ഒക്കെ ക്വാളിറ്റീനെ ബാധിക്കാറുണ്ട്. അത് ലോങ് ടേം ഒരു ഹൈ ഡോസ് യൂസ് ചെയ്യുമ്പോഴാണ്. നമ്മളിപ്പോൾ 2 ഗ്രാം ഒന്നും
ഒന്നും ഒരു 1 മന്തൊന്നും ഉപയോഗിക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പങ്ങളില്ല. ലോങ് ടേം ഉപയോഗിക്കുമ്പോഴാണ് ഇതുപോലുള്ള പ്രശ്നമുള്ളത്. അത് ബോഡി ഹീറ്റ് കൂടുതലുള്ളവരാണെങ്കിൽ ഈ ഒരു ഡ്രഗിൻ്റെ ഉപയോഗം വേണ്ടാന്ന് വെക്കാൻ നോക്കുക. അപ്പോൾ ഈ ഒരു മെയിൻ 5 ഡ്രഗ്സ് ആണ് ഞാനിപ്പോൾ ഈ ഒരു തൈറോയിഡിന് വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. താങ്ക്